ബിഗ് ബോസിലുണ്ടായാൽ നമ്മളെല്ലാം ബിഗ് ബോസ് കണ്ടുപോയതാണ്. ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത്, ബിഗ് ബോസിലുണ്ടായ ഏറ്റവും വിഷമമുള്ള ഒരു അനുഭവം ഇപ്പോഴും മനസ്സിൽ ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഏതനുഭവമായിരിക്കും? ബിഗ് ബോസിലുള്ള ഏറ്റവും വിഷമമായ അനുഭവം ഞാൻ അവസാന നമ്മുടെ ഔട്ടാവുന്നതിന് 2 ദിവസം മുന്നേക്ക് സജിന ഒരു ടാസ്ക്, എനിക്കൊന്ന് അലക്ക് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അലക്കിൻ്റെ ഭയങ്കര അവൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒരു വർക്കാണ് അത്. അവിടെ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലെന്ന് പറഞ്ഞാൽ പൊരി വെയിലാണ്. നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഔട്ട്ഡോർ പോലൊരു സെറ്റും ഉണ്ട്. അതായത് നമ്മുടെ റൂമിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ടോപ്പ് ഓപ്പണാണ്. ഞങ്ങളുടെ സീസണിലൊക്കെ ഓപ്പൺ ആയിരുന്നു. ഞാൻ 5ാമത്തെ സീസണിൽ പോയപ്പോൾ അത് കണ്ടില്ല, ഓപ്പൺ ആയിരുന്നില്ല. ആ സമയത്ത് ആ ടോപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ പൊരി വെയിൽ വന്ന് അവിടെ അടിക്കും. അവിടെയാണ് ഈ ടാസ്ക് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ആ വെയിൽ 2-3 ദിവസം കണ്ടാവും ടാസ്ക്, ലോങ് ടാസ്ക്. അങ്ങനെ കൊണ്ടുവരുന്ന ഇവൾ ഒരുപാട് അലക്ക്. അപ്പോൾ ഈ പൊരി വെയിലത്തിരുന്ന് ഡ്രസ്സ് ഇത് അലക്കി ഇവിടെ മുഖമൊക്കെ അങ്ങ് ചുമന്ന് ഇവൾ മൊത്തത്തിൽ ടയർഡായിട്ട് ഒമക്റ്റ് ചെയ്ത് അങ്ങനെ അവിടെ നമ്മുടെ കൺഫെഷൻ റൂമിൽ വിളിച്ച്, കാരണം അത്രമാത്രം അവൾ ആ വെയിൽ കൊണ്ടിട്ട് ആ വെയിലത്ത് ഒരേ ഇരിപ്പിരിക്കുകയാണ് ഈ 3 ദിവസം. അതിന് മരുന്നൊക്കെ കഴിച്ചിട്ട് ഇവൾക്ക് എന്നിട്ട് ഒമക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒമക്റ്റ് ചെയ്ത് ഇവൾ വന്ന് അപ്പോൾ ഇവിടെ നമ്മുടെ വാഷ് ബേസിനകത്ത് വന്നിട്ട് ഒമക്റ്റ് ചെയ്ത് ഞാനും മണിക്കുട്ടനും കൂടെ ആ ഒമക്റ്റ് ചെയ്ത സാധനം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം അന്നേരം ഞാൻ ഡെസ്പായി, ഇവളൊക്കെ ഭയങ്കരമായിട്ട് ടയർഡായ സമയത്ത്. എന്നിട്ട് ഇവളുടെ ഞാൻ പോയി കിടക്കുമോ എന്ന് പറഞ്ഞിട്ട് അയച്ചിരുന്നു. ഞാൻ അവൾ പോയി കിടന്നപ്പോൾ അവിടെ കണ്ടന്റ് ഒരു വ്യക്തി വന്നിട്ട് കണ്ടന്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബെഡിൽ നിന്നിട്ട്, അതൊരു കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടി, അത് അവസ്ഥ മനസ്സിലാക്കാതുള്ള കണ്ടന്റ് മേക്കിംഗ് ഉണ്ടല്ലേ. അതായത് അവൾക്ക് ഛർദ്ദിച്ച് കിടക്കുന്ന അകത്ത് പോയി ട്രിപ്പ് അതാണ് മരുന്നൊക്കെ എടുത്തിട്ട് കൊണ്ട് കിടത്തുകയാണ്. അപ്പോഴും ഇതിനകത്ത് വന്നൊരു ഗേള്, ആ പേര് ഞാൻ പറയുന്നില്ല കാരണം അവരെ അങ്ങനെ പേര് പറയേണ്ട ആവശ്യമില്ല, അവരൊന്നൊരു കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ആ ബെഡിൽ നിന്ന് ഇവിടെ എഴുന്നേപ്പിച്ച് അപ്പുറത്തെ ബെഡിൽ കിടത്തണം. ഇതാണ് അവരുടെ കണ്ടന്റ്. അപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് ആ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ, ഞാനൊന്നും ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിനകത്ത് ഞാനിനി എത്ര അടി ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയാലും ഞാൻ ഇങ്ങനെയുള്ള ക്രൂരതകളൊന്നും ചെയ്ത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. മൂത്തോക്ക് ചോദിക്കുമ്പോൾ അതിനപ്പുറം ക്രൂരതകൾ ചെയ്ത് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല. മൂത്തോക്ക് ചോദിക്കുന്ന സംഭാഷണം എല്ലാം അത് ഞാൻ അപ്പോഴും ഞാൻ പറയുന്നത്, ഈ വരുന്ന കണ്ടസ്റ്റൻസിന് എല്ലാം അറിയാം വഴക്കുണ്ടാവും, ഇതെല്ലാം ആയിട്ട് അവർ ഓൾറെഡി ഇന്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോഴേ ഇത് അറിഞ്ഞു വരുന്നുണ്ട്. അവർ ആ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ആ രീതി സംസാരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു അവസ്ഥ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി പറഞ്ഞു വെക്കാവുന്നതല്ല, ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യൻ. അപ്പോൾ അന്നേരവും കണ്ടന്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു കണ്ടസ്റ്റന്റ് ചെയ്ത അതെനിക്ക് മനസ്സിലായി. അങ്ങനെ അതിൽ ചെന്ന് ഇടപെട്ട് ഒരു കാര്യമുണ്ടായത് കൊണ്ടാണ്, അതിനെ ചൊല്ലിയാണ് പിന്നെ ഞങ്ങൾ ഔട്ടാവേണ്ടി വന്നത്. ആക്ച്വലി അതൊരു വലിയൊരു ഔട്ടാവേണ്ട ഒരു സംഭവം ആയിരുന്നില്ല ആക്ച്വലി, മനസ്സിലായി. പക്ഷെ അത് പോട്ടെ, അതൊന്നും നമുക്ക് അങ്ങനെ ഇല്ല, അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. അതൊന്നും നമുക്ക് അതിനകത്തൊന്നും ഒരു പരാതിയില്ല. പക്ഷെ ആ കണ്ടസ്റ്റന്റ് വന്നിട്ട് ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ബെഡിൽ നിന്നില്ല, ഞാൻ ഈ ബെഡിലേക്ക് കിടക്കും എന്ന് പറഞ്ഞൊരു കണ്ടന്റ് മേക്ക് ചെയ്യാൻ കാണിച്ച ആ മാനസികാവസ്ഥ എനിക്കൊരു ദുഃഖമായിട്ട് തോന്നുന്നു. അദ്ദേഹത്തിനോട് വിരോധമില്ല, അദ്ദേഹത്തിന് ഇതിനെ ചൊല്ലി ഇനിയിപ്പോൾ അദ്ദേഹം വേറെ ഇന്റർവ്യൂ കൊടുത്താൽ പോലും എനിക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞത് വിരോധമല്ല, ദുഃഖം തോന്നിയെന്നാണ്. ആ ഒരു അവസ്ഥയാണ് എനിക്ക് ആകെ അതിൽ ദുഃഖം തോന്നിയിരിക്കുന്നത്, അല്ലാതെ എനിക്ക് ദുഃഖം തോന്നിയിട്ടില്ല. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.